എനിക്കിപ്പോൾ എല്ലാം കൊണ്ടും നല്ല സമയമുണ്ട്, കൊള്ളാം. അതല്ല, ഇനിയിപ്പോൾ കാര്യം അറിയണമെന്ന് പറഞ്ഞ് കുറേ എണ്ണം വിളിക്കും. അതാ സഹിക്കാൻ പറ്റാത്ത. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീയോട് ഇങ്ങനെ സംസാരിക്കല്ലേ. നിനക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ സൈഡിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഞാൻ എന്തോ പറയാനാ. ഇല്ല, ഒന്ന് ലീവ് എടുത്ത്. ശരി. സമയത്ത് ഇതൊക്കെ കുഞ്ഞാ ഫോൺ എവിടെ ഇരിക്കുന്നുണ്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. ഈ ഫോൺ ഇത് എവിടെ കൊണ്ട് വെച്ചെന്റെ കർത്താവേ, കാണുന്നില്ലല്ലോ. നാ കെടുത്ത കള്ളേ പറയത്തോളൂ. ആങ്ങളെയും കൊള്ളാം, പെങ്ങളും കൊള്ളാം. ഹരി, നീ ഇവിടെ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നു? ഈ ഫോൺ അടിക്കുന്ന കേൾക്കുന്നില്ലേ? ഓ, അതാ ബന്ധുക്കളായിരിക്കും സാറേ. നീ റെഡി ആവുന്നില്ലേ? എന്തിന്? DYSP സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ മറന്നാ? ഓ, ഞാനില്ല സാറേ, സാറ് പോയിട്ടു. എടാ, നീ ഇങ്ങനെ ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കുറ്റമൊന്നും അല്ലല്ലോ. അവൾക്ക് വേറെ ഒരുത്തിന് ഇഷ്ടമായിരുന്നു, അവൾ അവൻ്റെ കൂടെ പോയി. നീ ഇപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ടായിരുന്നു അവളിങ്ങനെ പോയിരുന്നെങ്കിലും. നീ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? പോയോട് തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. അത് വിട്, നീ ഇപ്പൊ റെഡിയാവുക പോവാം. ഇല്ല സാറേ, സാറ് പോയിട്ടു. എടാ, 2 എണ്ണം അടിക്കുമ്പോൾ ഈ മൂഡ് ഓഫ് ഒക്കെ മാറും. ഇല്ല, സാറ് പോയിട്ടു. ശരി. ഇത് എവിടെ പോയി? ഹലോ. അമ്മ, ഞാൻ വരാം. എനിക്കൊന്ന് അബിയുടെ വീട് വരെ പോണം. ഇപ്പൊ എന്തിനാ അവിടെ പോകുന്നത്? ഫംഗ്ഷന് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമല്ലേ? അമ്മ, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് ഡയറക്റ്റ് വന്നോളാം. ഇനി ഇങ്ങനെ നടന്ന് വിളിക്കണ്ട. അതേത് ടവറാണ്? ട്രാക്ക് ചെയ്തിരുന്നു. ഓണായ ഉടനെ എന്നെ വിളിക്കണം. ശരി.
എന്താടോ? സാർ സൈബർ സെല്ലിൽ നിന്ന് വരുൺ വിളിച്ചായിരുന്നു. ആൻസിയുടെ ഫോണിലോട്ട് ലാസ്റ്റ് വന്ന കോള് മാഡത്തിൻ്റെയാണ്. ഫോണിൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കടവൂർ പള്ളിയാണ് സാർ. അവിടെ വെച്ച് തന്നെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഇവിടെ പിന്നെ ആൻസി കാണാൻ പോകുന്ന പറഞ്ഞ ഫ്രണ്ടില്ലേ, അഭിരാമി, ആ കുട്ടിയെ വിളിച്ചന്വേഷിച്ചു, അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ മേഡം ഒരു കാര്യം വിളിച്ച് പറഞ്ഞു, കോളേജിൽ ആൻസി ഒരു പയ്യനോട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നോ, അവൻ ആൻസിയെ ആക്സിഡൻ്റ് ആക്കാൻ ശ്രമിച്ചെന്നോ. താൻ എന്തായാലും ആ വഴിക്കൂടെ ഒന്ന് അന്വേഷിക്കുക. സാർ അവൻ്റെ പേരെന്തെങ്കിലും? അവൻ്റെ പേരൊന്നും മേഡത്തിന് അറിയത്തില്ല. സാർ DYSP സാറിന് എന്തെങ്കിലും ശത്രുക്കളൊക്കെ കാണുമല്ലോ, ആ വഴിക്കും കൂടെ ഒന്ന് അന്വേഷിക്കാമല്ലോ. പോസിബിലിറ്റീസ് ആണ് അതൊക്കെ. നീ ഒരു കാര്യം ചെയ്, ആ ഫ്രണ്ടില്ലേ അഭിരാമി, അവളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുക. ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എന്തെങ്കിലും കിട്ടായിരിക്കത്തില്ല. സാർ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മുടെ ജോസഫാ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഹീ വിൽ കോണ്ടാക്ട് യു. പിന്നെ പോകുമ്പോൾ ഒരു ലേഡി CP അവിടെ കൂട്ടിക്കോ. ഓക്കെ സാർ. ഫൈസൽ സാർ യൂണിഫോം വേണ്ട, സിവിൽ ഡ്രസ് മതി രണ്ടാളും. യു നോ ഈസ് അൺഒഫീഷ്യൽ. ഓക്കെ സാർ. ചേട്ടാ എങ്ങോട്ടാ പോകുന്നത്? തങ്കശ്ശേരി. ചേട്ടാ എൻ്റെ സ്കൂട്ടർ പണിയാക്കിയ, അപ്പം ചേട്ടൻ പോകുന്ന വഴിക്ക് എൻ്റെ വീട് ഒന്നങ്ങോട്ടാക്കി തരാമോ? കയറ്. അല്ല, ഹെൽമെറ്റ്. അത് കുഴപ്പമില്ല, കയറ്. ഓ അതല്ല ചേട്ടാ, ഈ പോലീസുകാരെ, ഈ പൊട്ടന്മാർ എപ്പോഴേ എവിടെ നിൽക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേട്ടൻ്റെ പേരെന്താ? ഹരീഷ്. എന്താ ചെയ്യുന്നത്? പോലീസിലെ. ഓ പോലീസ്. ഇല്ല സാർ, ഞാൻ നടന്നോളാം, കുഴപ്പമില്ല. ഇല്ലടാ കുഴപ്പമില്ല. കയറാ. ആ ഹരിക്ക് പേഴ്സണലി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓവർ പൊസസീവൊക്കെ ആയപ്പോൾ അവൾക്ക് ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ മെൻ്റലി ഒക്കെ ഒട്ടും പറ്റാതായപ്പോഴാണ് അവൾ വേറെ റിലേഷൻ ഉണ്ടെന്ന് കള്ളം പറഞ്ഞത്. പക്ഷെ പിന്നീട് അവരങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഹലോ. ഹലോ ആൻസി, ഞാൻ ഹരിയ. ആ പറ. ഞാൻ നാളെ നാട്ടിൽ പോവാ. എനിക്ക് അതിന് മുന്നേ നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഇന്ന് പറ്റത്തില്ല. എടി, ഞാൻ രാത്രിയാ പോകുന്നത്. അതിന് മുന്നേ എപ്പോഴായാലും മതി. നോക്കാം. ആൻസി എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ജസ്റ്റ് കാണാനെന്നേ പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റ് എന്തോ. പിന്നെ പപ്പയുടെ ഫംഗ്ഷന് പോകേണ്ടതായോണ്ട്. ഈ ഹരിയുടെ കാര്യം DYSP സാർ, ഐ മീൻ ആൻസിയുടെ വീട്ടിലറിയായിരുന്നോ? അറിയായിരുന്നു, പക്ഷെ പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതവൻ്റെ കാസ്റ്റ്. ആ ഓക്കെ. ഹരിയുടെ നമ്പർ ഉണ്ടോ? പഴയത് എൻ്റെ കയ്യിലുള്ളൂ. ഇന്നലെ വിളിച്ച വേറെ ഏതോ നമ്പറിൽ നിന്നാ. ആൻസിക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് വല്ലതും പറ്റിയായിരുന്നു? എന്നിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? അവൾ അന്ന് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയെന്നാ പറഞ്ഞേ. എന്നായിരുന്നു ഡേറ്റ് എന്ന് ഓർമ്മയുണ്ടോ? ഫെബ്രുവരി 5th. ഫെബ്രുവരി 5th. സ്റ്റേഷനിൽ വിളിച്ചിട്ടേ അന്നത്തെ ദിവസം GD ആരാ ഹാൻഡിൽ ചെയ്തെന്ന് ചോദിച്ചേ. സർ, ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് അഭിരാമിക്ക് എന്ത് തോന്നുന്നു? ഹരി ആയിരിക്കുമോ ചെയ്തത്? അത് ഹരിയല്ല, റോബിനാ. റോബിനോ? ആരേ റോബിൻ? നിങ്ങളൊന്ന് അകത്തോട്ട് നിന്നോളൂ, വിളിപ്പിക്കാം. വെള്ളം വേണോ?
എന്താടാ? ആ പുന്നാര മോള് നിന്റെ പേര് പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആൻസിയ സപ്പോർട്ട്. അവളിപ്പോ അവിടെ കാണും. നീ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തവന്മാരെ പുളുത്തിക്കളെന്ന് വിചാരിച്ചാ? ഞാൻ പറഞ്ഞിട്ട് അവള് കംപ്ലൈന്റ് കൊടുത്തത്. കുറെ നാളായല്ലോ നീ. എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്തോ നിന്റെ കൂട്ടുകാർക്ക് അറിയാം. പറഞ്ഞിട്ടില്ലേ? അവൾക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് പറഞ്ഞല്ലേ? നാണാവുന്നില്ലേ നിനക്ക്? ഞാൻ എന്തിനാടി നാണിക്കുന്നേ? എന്റെ ആവശ്യമല്ല. ആൻസി എന്തോ പ്രശ്നം? ഇന്ന് ഒലിപ്പിക്കാൻ മാറാ. ബാസ്റ്റർഡ്. നീ ഇപ്പൊ വിളിച്ചത് ഉള്ളയാണോന്ന് അറിയാനേ നിന്റെ തന്തയോട് പോയി ചോദിക്ക്. കേട്ടോടി, എന്റെ അപ്പനെ വെച്ച് കുറെ ഉണ്ടാക്കുന്നതല്ലേ അങ്ങേര്. എടാ മതി. മാറാ. പിന്നെ നിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ പ്രേമിക്കാനൊന്നുമല്ല. ഒരു രാത്രി ആയാലും മതി. ഞാൻ പറയുന്ന പോലെ. എല്ലാരും നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെയാണെന്ന് വിചാരിക്കരുത്. അവളുടെ സമ്മതം ഇല്ലാതെ നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടെ കിടത്തണം റോബിൻ തീരുമാനിച്ച ഒരുത്തിയുടെ സമ്മതം വേണ്ട. അതിപ്പോ ഇവളായാലും നീ ആയാലും നിന്റെ തള്ളയായാലും. നീ ഇവിടെ നടങ്ങല്ലോടേ, പച്ച കത്തിക്കുന്നില്ല. എന്താ അമ്മ? ആ പൈസ അമ്മ വാങ്ങി വെച്ചോ? എന്നോട് ചോദിക്കുന്നതിനാ? ഞാൻ പറഞ്ഞ് ഈ കല്യാണം മുടങ്ങിയ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കല്ലെന്ന്. ഞാൻ എന്തിനാ അവരെ വിളിക്കുന്നേ? അമ്മ ചുമ്മാ പോയെ. വെറുതെ. സാറിൻ്റെ കല്യാണമാണോ മുടങ്ങി? നിനക്ക് എന്തൊക്കെയാണ് അറിയണ്ടേ? ഇല്ല, ഒന്നുമില്ല. സാറിതാ എൻ്റെ കൈ കണ്ടു. 4-5 വർഷം ഒരുത്തിയെ പ്രേമിച്ചതിന് എനിക്ക് എന്നെ കൊടുത്ത ഗിഫ്റ്റാ. എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളെ കുറേ നാൾ ഡിപ്രഷനൊക്കെ അടിച്ച് പണ്ടാരിറങ്ങി. പിന്നെ എപ്പോഴോ തോന്നി എന്നെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനെന്തിനാ മരിക്കുന്നത്? എൻ്റെ സന്തോഷം ജീവിതമൊക്കെ അല്ലേ എനിക്ക് വലുത്. അയ്യോ സാർ, ഞാൻ സാറിനെ ഉപദേശിക്കാൻ പറഞ്ഞൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ. മനസ്സിലായി. സാർ ഓക്കെ ആണോ? ഞാൻ വേണേ ഇവിടെ ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല. സാറൊന്ന് ഒറ്റയ്ക്കിരിക്കണേ. വേണ്ടോ, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് അന്നേരത്തെ സിറ്റുവേഷനിലേക്ക് ദേഷ്യപ്പെട്ടതാ. സോറി. സാരല്ല സാർ, ഇറ്റ്സ് ഓക്കെ. അവിടെ അവിടെ ആ കംപ്ലൈന്റ് കൊടുത്തിട്ട് പിന്നെ എന്തായെന്ന് അറിഞ്ഞില്ലേ? പിന്നീട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ആ റോബിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു. സാറേ, സോറി സാറേ, ഫോൺ സൈലന്റിലായിരുന്നു. എടാ, ഞാൻ വിളിച്ചതേ ഈ മാസം 5-ാം തീയതി DSP സാറിന്റെ മോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വന്നായിരുന്നു? ആ സാറേ, വന്നായിരുന്നു. എന്നിട്ട് നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത്? സാർ അത് പിന്നെ അതാ കേസ് രജിസ്റ്റർ ആക്കിയില്ലായിരുന്നു. കേസ് ആക്കിയില്ലേ? അത് DSP സാറാ പറഞ്ഞേ കേസാക്കണ്ടെന്ന്. DSP സാറോ? അതാ പയ്യൻ റോബിൻ DSP സാറിന് വേണ്ടപ്പെട്ട ആരോ. മാത്രമല്ല അവർ അന്ന് തന്നെ അത് കോംപ്രമൈസ് ആക്കിയാ സാറേ. എന്ത് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ആ കുട്ടി മിസ്സിംഗ് ആണ്. മിസ്സിങ്? എപ്പോ? ഇന്ന് വൈകുന്നേരം തൊട്ട്. സർ,
എടാ ഒന്ന് ഹോൾഡ് ചെയ്യ്. സർ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആ ബോയ് ഫ്രണ്ട് ഹരിയുടെ അഡ്രസ്സോ? ആ പയ്യൻ ഇപ്പം നാട്ടിൽ പോയി കാണില്ലേ? അഭിരാമി, ഒരു മിനിറ്റ്. ആ ഹരിയുടെ വീട് എവിടെയാണെന്ന് അറിയാമോ? പട്ടത്താനം അവിടെ എവിടെയോ ഹൗസ് നമ്പർ 150. ഹർഷം എന്നാ വീട്ടുപേര്. നീ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ സാറേ. സാറേ ഞാൻ വരണോ? എനിക്ക് ആ പയ്യൻ്റെ വീടറിയാം. അത് വേണ്ട, അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ കോൾ ഹിസ്റ്ററിയും ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഡേവിഡ് സാർ വിളിക്കുന്നുണ്ട്. ഹലോ സാർ. എടാ ആ കുട്ടി മിസ്സിംഗ് ആണ്. DVSP സാറാ പറഞ്ഞേ കേസാക്കണ്ട. അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പട്ടത്താനം അവിടെ എവിടെയോ ഹൗസ് നമ്പർ 150. എടാ തന്നെ എവിടെ ഇറക്കണ്ടേ? സർ പട്ടത്താനം. ഹർഷം എന്നാ വീട്ടുപേര്. സാറായിരുന്നു വന്നേ. ഞാൻ DVSP സാറിനെ പ്രതീക്ഷ. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കണ്ടു കാണൂലേ? നിന്റെ അപ്പന് നിന്നോട് ഇത്ര സ്നേഹമുള്ളോടി.